നമസ്കാരം. ഹരിയാനയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 7 പാർട്ടി നേതാക്കളെ പുറത്താക്കി ഹരിയാന കോൺഗ്രസ്. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ തർലോചൻ സിംഗ്, അശോക് ഖുറാന, ഏകോപന സമിതി അംഗം പ്രദീപ് ചൗധരി, മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മധു ചൗധരി, ഹിസാർ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റാം നിവാസ് റാര, ഗുരുഗ്രാമിൽ നിന്നുള്ള ഹർവിന്ദർ രാംകൃഷ്ണൻ സെയിൻ എന്നിവരെയാണ് പുറത്താക്കിയത്. സംസ്ഥാന ചുമതലയുള്ള BK ഹരിപ്രസാദുമായി നേതാക്കൾ നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് നടപടി. മാർച്ച് 2-നാണ് ഹരിയാന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുക. മാർച്ച് 12-ന് ഫലം പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ച് ഹരിയാന കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാൻ രംഗത്തെത്തിയിരുന്നു. ഉത്തരാഖണ്ഡിലേതുപോലെ EVMകൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടതായി ഉദയഭാൻ പറഞ്ഞു. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വലിയ അഴിച്ചുപണി നടക്കുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പുതിയ മാറ്റം കോൺഗ്രസ് നടത്തിയത്. ഇതിനായി നിർണായക സ്ഥാനങ്ങളിൽ പോലും കാതലായ മാറ്റങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത്. ഹരിയാനയിൽ ജയം ഉറപ്പിച്ചിടത്തു നിന്നാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതെന്നും കോൺഗ്രസിന് നല്ല ക്ഷീണമാണ് ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ ഡൽഹിയിലേത് പ്രതീക്ഷിച്ച തോൽവി തന്നെയായിരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെയും തുടർച്ച മാത്രമായിരുന്നു അത്. 13 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പുതിയ ചുമതലക്കാർ വരികയും 2 സംസ്ഥാന പ്രസിഡന്റുമാർ, 2 പുതിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കുകയുമാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് പ്രാധാന്യം ലഭിച്ചുവെന്ന് വ്യക്തമായി സൂചന നൽകുന്ന കാര്യം കൂടിയാണ്. കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരെയാണ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചത്. SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ആശയമാണ് പുതിയ പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് 70%-ലധികം പ്രാതിനിധ്യമുണ്ടെന്ന് നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് നേതാവും രാജ്യസഭാ MPയുമായ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് സോണിയാഗാന്ധിയെ ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന്റെ കാരണം എന്താണെന്നതിൽ വ്യക്തതയില്ല. 2024 ഡിസംബറിൽ ഗാന്ധിജിക്ക് 78 വയസ്സ് തികഞ്ഞിരുന്നു. നിലവിൽ സോണിയാഗാന്ധി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. നിലവിൽ ആരോഗ്യസ്ഥിതി അനുകൂലമാണെന്നും വെള്ളിയാഴ്ചയോടെ ആശുപത്രി വിടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്.